ഏതൊരു മുസ്ലിമും ഒരു വട്ടെങ്കിലും ആഗ്രഹിക്കും മക്കിം മദീനയും ഒന്ന് കാണാൻ. അൽഹംദുലില്ലാ അങ്ങനെ മൂന്നാമത്തെ ഉംറയും നമ്മൾ ചെയ്തു. ഇന്ന് വ്യാഴാഴ്ച രാവായോണ്ട് തന്നെ ഹറമിൽ നല്ല തിരക്കുണ്ട്. ഞങ്ങൾ ആ ഹറമിലേക്ക് പോണ ടൈം രാത്രി 10 മണിക്കാണ്. അതുകൊണ്ട് തന്നെ 2 മണിക്കൂർ കൊണ്ട് തന്നെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇപ്പൊ മക്കയിൽ പല ഭാഗത്തും ഹജ്ജിന്റെ ടൈം ആയതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി. രാവിലെ കണ്ടതിന് ഒരു മനോഹരമായ കാഴ്ച. മക്കത്ത് വന്ന എല്ലാ ഹാജിമാരും ഈ പ്രാവുകൾക്ക് തീറ്റിട്ട് കൊടുക്കാതെ പോകില്ല. ഒരു ചെറിയ കീസ് ഗോതമ്പിന് 5 റിയാൽ. ഈ കാണുന്ന ബിൽഡിങ്ങിലാണ് നമ്മളെ മുത്ത് റസൂലിനെ പ്രസവിച്ചത്. നമ്മളെ പുസ്തകം ഉണ്ടായതുകൊണ്ട് തന്നെ എല്ലാ ചരിത്ര ഉസ്താദ് പറഞ്ഞുതരും. അന്നത്തെ കാലത്ത് അവിടെ ഒരു വീടായിരുന്നു, ഇന്നിപ്പോ അവിടെ ഒരു ലൈബ്രറി ആക്കി. മാഷാ അല്ലാഹ്. അങ്ങനെ മക്കത്തെ വ്യൂ അത് എവിടെ നോക്കിയാലും വേറെ ലെവലാണ്. പ്രത്യേകിച്ച് രാത്രിയിലെ കാഴ്ച. ഈ കാണുന്ന ആൾക്കാരൊക്കെ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് തിരിച്ച് റൂമുക്ക് പോവാണ്. Multi gate সামনে এই যে টয়লেট আছে. ഞങ്ങൾ വന്നത് 3 ദിവസത്തെ ട്രിപ്പാണ്. അതിൽ ഫസ്റ്റ് ഒരു മക്കത്താണ്. മക്കത്ത് ഒരു ദിവസം സ്റ്റേ ഉണ്ടാവും, പിന്നെ നേരെ പോവാൻ മദീനത്തേക്ക്. ഞാൻ വർക്ക് ചെയ്യേണ്ടത് സൗദിയിലായതുകൊണ്ട് തന്നെ നമുക്ക് ഉംറ ചെയ്യാനുള്ള ചെലവ് ആകെ നാട്ടിലത്തെ 7000 റുപ്യ മാത്രം. നാട്ടിൽ നിന്ന് ഓരോരുത്തർ ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. പൈസ ഉണ്ടായിട്ട് ഇങ്ങോട്ട് വരാൻ കഴിയാത്തവരില്ലേ, അതിനൊക്കെ അള്ളാന്റെ നസീബ് വേണം. ഞങ്ങൾ റിയാദിൽ നിന്ന് വന്നത് ഈ ബസ്സിലാണ്. അങ്ങനെ ഞങ്ങൾ ഓരോ സ്ഥലത്തേക്കും സിയാറത്ത് നടത്തി. ഈ കാണുന്ന മലയാണ് ഉഹുദ് മല. ഇവിടെ വെച്ചിട്ടാണ് ഉഹുദ് യുദ്ധം നടന്നത്. ഇവിടെ തന്നെയാണ് ഹംസത്ത് റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറ. അവൻ തിരിച്ചു പോകുമ്പോൾ കൂടെ വരുന്നപ്പോൾ അവൻ്റെ അതേ മനസ്സുള്ള 300ഓളം പേര്, 300 ആളുകൾ, അവർ 1000 പേരാണ് വന്നത്. 3000 ആളുകൾ നേരിടാൻ 5000-ൽ നിന്ന്. ആ കാണുന്ന ചുരമില്ലേ, ഉഹുദ് യുദ്ധത്തിന്റെ എല്ലാ സ്റ്റോറികളും ഉണ്ട്. ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മദീനത്തേക്കാണ്. റോഡിന്റെ 2 സൈഡ് നോക്കിയാലും മരുഭൂമി തന്നെ മരുഭൂമി. നമ്മളെ കൂട്ടത്തിൽ ഒരു 5-6 ഫാമിലി ഉണ്ടായിരുന്നു കേട്ടോ. ബാക്കിയുള്ളതൊക്കെ ബാച്ചിലേഴ്സ് ചെയ്യുന്നു. പോണ വഴിക്ക് ഉസ്താദ് ഓരോ ചരിത്രങ്ങൾ ഇങ്ങനെ പറഞ്ഞുതരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീട് വളഞ്ഞ് പതിക്കാനുള്ള വളരെ ഹീനമായ ശ്രമത്തിനിടയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തനബി തങ്ങൾക്ക് വഹീ നൽകുന്നത്. ഇന്ന് രാത്രി മുതൽ മക്ക വിട്ട് നിങ്ങൾ മദീനയിലേക്ക് പോകാനുള്ള അനുവാദം കൊടുക്കുന്നത്. പോണെങ്കിൽ നമ്മൾ കുറച്ച് പർച്ചേസ് ഒക്കെ നടത്തി. ഇപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ എടുത്തത്